ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമുക്ക് വലുത് പ്രശംസയാണോ ബഹുമാനമാണോ? ഇവ രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതല്ല. ഇത് പഠിക്കാൻ, ഈ വിഷയം പഠിക്കാനായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാലോ, ഈയം എന്ന് പറഞ്ഞാൽ ലെഡ്. ഈയം അതൊരു കട്ടിയുള്ള സാധനമാണ്. ഒരു ഈയം വെള്ളത്തിലിട്ടാൽ അത് നേരെ അതിൻ്റെ അടിത്തട്ടിൽ പോയി കിടക്കും. ഒരു സ്പോഞ്ച് എടുത്ത് വെള്ളത്തിലിട്ടാൽ അത് അതിൻ്റെ മുകളിൽ കിടക്കും. നമ്മളിത് കൈകൊണ്ട് താത്തി അതിൻ്റെ അടി കൊണ്ടു തന്നാലും അത് പൊങ്ങി വരും. അതാണ് ഈയവും സ്പോഞ്ചും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇത് പറയാനുള്ള കാരണം, നമ്മൾ ശരിക്കും എളിമയിൽ വളർന്ന് ആധ്യാത്മികതയിൽ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കണമെന്നുള്ള ആ ഒരു ചിന്തയേക്കാൾ അതിൻ്റെ അടിത്തട്ടിൽ ശാന്തമായിട്ട് കിടന്ന് ആ വെള്ളത്തിന് നൽകാവുന്ന നന്മകൾ ചെയ്യുന്ന ആ ഒരു അവസ്ഥ. ഇത് പഠിക്കാൻ വേണ്ടി അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഏറ്റവും നല്ല പെർഫ്യൂം, നല്ല പെർഫ്യൂം അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ അതിലൊരു തുള്ളി വേണേൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ മതി. ഈ പെർഫ്യൂം താഴേക്ക് പോയി അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി കിടക്കും. എന്നിട്ട് അത് ചെയ്യുന്നൊരു കാര്യം, ആ വെള്ളത്തിന് മുഴുവൻ അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്ലേവർ, സുഗന്ധം അത് പരത്തും. അതാണ് നല്ല സുഗന്ധത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. നമുക്ക് കറതീർന്ന ആത്മീയത, കറതീർന്ന എളിമ, വിനയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രശംസയും അതുപോലെ തന്നെ ബഹുമാനവും തമ്മിൽ വലിയ അന്തരമുണ്ട്. പലരും വളർച്ച പ്രാപിക്കാത്തവർ, വൈകാരിക പക്വത പ്രാപിക്കാത്തവർ, ദൈവത്തെ അടുത്തറിയാത്തവർ, അവരുടെ ശ്രദ്ധ മുഴുവൻ പ്രശംസയിലായിരിക്കും. ബഹുമാനം കിട്ടുന്നതിനേക്കാൾ പ്രശംസ. ഇപ്പോൾ തമ്മിലുള്ള ഒരു വ്യത്യാസം, അന്തരം മനസ്സിലാക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. പ്രശംസ വേണേൽ ഒരു ആരാമം, ഒരു പൂന്തോട്ടം, അതിനോട് നമുക്ക് ഉപമിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചില കുളിർമ പകരുന്ന കാറ്റ്, അത് വരും അത് പോവും എന്ന് പറഞ്ഞ പോലെയാണ് പ്രശംസ. പക്ഷേ ബഹുമാനം എന്ന് പറയുന്നത് ഒരു വടവൃക്ഷമായിട്ട് അതിനെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകത, ഫലം നൽകാൻ സമയമെടുത്താലും അത് ഫലം നൽകിയിരിക്കും. ഒരു കാറ്റ് വന്നു പോകുന്നത് പോലെയല്ല. ഈ വൃക്ഷം അത് വളരും, ഫലം നൽകും. നമ്മൾ ബഹുമാനം ലക്ഷ്യമാക്കി ബഹുമാനത്തിന് യോഗ്യമായ ഒരു ജീവിതം നമ്മൾ നയിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നമ്മിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു കാര്യം കൊണ്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഞാൻ ഈ പ്രശംസിക്കപ്പെടുന്നവരെല്ലാം ബഹുമാനിക്കപ്പെടണമെന്നില്ല. ഒരു പ്രോഗ്രാം ഞാൻ കണ്ടതാണ്. അതിനകത്ത് ഒരു മുതലാളി, പിന്നെ തൊഴിലാളികളുണ്ട്. ഈ മുതലാളി വരുമ്പോഴേ അവർ പാടുന്നൊരു ഒരു പാട്ടുണ്ട്, മുതലാളി ഞങ്ങളുടെ ദൈവമാം ദൈവം. ഇത് കേൾക്കുമ്പം മുതലാളിക്ക് കുളിരാണ്, അങ്ങ് പൊങ്ങിപ്പോവും. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, അത് കേൾക്കാൻ രസമുണ്ടല്ലോ, ഒന്നുകൂടെ പാടിക്കും. ഇതെല്ലാം കഴിഞ്ഞ് മുതലാളി അങ്ങ് മാറിക്കഴിയുമ്പോഴത്തേക്കും അവർ സൂചിപ്പിക്കാറുള്ളൊരു കാര്യം, പരിഹാസ രൂപേണ അവർ കമൻറ്റ് പറയുന്നത്, ഈ പൊങ്ങൻ നമ്മൾ പറഞ്ഞതെല്ലാം അവൻ വിശ്വസിച്ച് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ അവർക്ക് ഈ മുതലാളിയോട് ബഹുമാനം ഉണ്ടായിരുന്നോ? ഇല്ല. നമുക്ക് വേണമെങ്കിൽ പ്രശംസ മറ്റുള്ളവരിൽ നിന്നും പിടിച്ചു പറ്റാൻ പറ്റും, പക്ഷേ അവർ നമ്മെ ബഹുമാനിക്കണമെന്നില്ല. ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ, അതുപോലെ തന്നെ മഹാന്മാരായിരുന്ന പലരും പിന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ വാൾമുന കൊണ്ട് ലോകത്തെ പിടിച്ചടക്കി. അവർക്ക് അതിൻ്റെ പേര് വേണമെങ്കിൽ പ്രശസ്തരാകാൻ പറ്റി. അവരെ അനുകൂലിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടായി, അവരുടെ അനുയായികൾ. പക്ഷെ അവർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നസ്രായനായ യേശു വാളുകൊണ്ടല്ല സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കി. അതുകൊണ്ട് തന്നെ ഇവർക്ക് പോലും ആ യേശുവിനോട് ഒരു ബഹുമാനമുണ്ടായിരുന്നു, ബഹുമാനത്തിന് യോഗ്യനായിരുന്നു യേശു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഈ ബഹുമാനവും പ്രശംസയും തമ്മിലുള്ള വ്യത്യാസം. പണം കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ കൊടുത്തുമൊക്കെ, സമ്മാനങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് പ്രശംസ കൈപ്പറ്റാൻ പറ്റും. ബഹുമാനം വേണമെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാനായിട്ട് നമുക്ക് പറ്റണം. രണ്ടാമതൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, പ്രശംസ നല്ലതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. നല്ല പ്രശംസ, നല്ലതല്ലാത്ത പ്രശംസ വേർതിരിച്ച് കാണാനായിട്ട് നമുക്ക് പറ്റണം. സുഭാഷിതങ്ങൾ 12 8-ാമത്തെ വചനം എടുക്കുമ്പോൾ, സുഭാഷിതങ്ങൾ 12:8 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, സൽബുദ്ധിയുള്ളവരെ പ്രശംസിക്കുക. നല്ല പ്രശംസയാണ്. സൽബുദ്ധിയുള്ളവരെ, അവർക്ക് കിട്ടുന്ന പ്രശംസയും നല്ല പ്രശംസയാണ്. വികടബുദ്ധിയെ നിന്ദിക്കുക. ചിലർ വികടബുദ്ധിയെ പ്രശംസിക്കും. ചിലർക്ക് വികടബുദ്ധിയാണെങ്കിലും ഒരു പ്രശംസ കിട്ടിക്കഴിയുമ്പോൾ അതിനൊരുപാട് വില കൽപ്പിച്ചത് വരും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇത് രണ്ടും വേർതിരിച്ച് കാണാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാകണം. റോമാലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വചനം,
ഇതുപോലെ മറ്റ് പല വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പാപിയെയോ പാപപ്രവൃത്തിയെയോ ഒരിക്കലും നമ്മൾ പ്രശംസിക്കരുത്. അത് ദൈവത്തിന് പ്രീതികരമായ ഒരു കാര്യമല്ല. നല്ലതിനെ നമുക്ക് പ്രശംസിക്കാൻ സാധിക്കും. സുഭാഷിതങ്ങൾ 25-ന്റെ 27-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അമിതമായിട്ട് ഈ പ്രശംസയും കാര്യങ്ങളൊക്കെ കൊതിക്കുന്നവർ ഈ വചനഭാഗം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സുഭാഷിതങ്ങൾ 25-ന്റെ 27. തേൻ അധികം കുടിക്കുന്നത് നല്ലതല്ല. നമുക്കറിയാലോ, ചെകിടിക്കും ഒരുപാട് തേൻ കുടിച്ചാൽ. തേൻ അധികം കുടിക്കുന്നത് നല്ലതല്ല. അതുപോലെ പ്രശംസയ്ക്ക് ചെവി കൊടുക്കുന്നതിൽ നിയന്ത്രണം പാലിക്കുക. അതല്ല എങ്കിൽ അത് നമ്മെ വഴിതെറ്റിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. ജെറമ്യായുടെ പുസ്തകം 9-ാം അധ്യായം 23-ൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. ഞാൻ എന്നെ തന്നെ, എൻ്റെ കഴിവ്, എൻ്റെ ബലം, എൻ്റെ നേട്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞിങ്ങനെ സ്വയം പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങൾ 27-ന്റെ 2-ാമത്തെ വചനം കൂടി എടുത്താൽ, നിന്നെ പ്രശംസിക്കേണ്ടത് നിൻ്റെ നാവല്ല, അന്യരുടെ നാവാണ്. നിൻ്റെ നാവ് നിന്നെ പ്രശംസിക്കുമ്പോൾ അത് ആത്മപ്രശംസയായിട്ട് മാറാം. സുഭാഷിതങ്ങൾ 31-ന്റെ 31-ാമത്തെ വചനം എടുത്താൽ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നല്ലത് മറ്റുള്ളവരിൽ കാണുമ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്കവരെ പ്രശംസിക്കാൻ പറ്റും. പ്രശംസിക്കണം, അത് നല്ലൊരു കാര്യമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ബഹുമാനം പ്രശംസയേക്കാൾ വളരെ വളരെ ഉന്നതമായ കാര്യമാണ്. ഈ ബഹുമാനം കൊടുത്താൽ കിട്ടും എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ദമ്പതിമാരോടാണെങ്കിലും പത്രോസ് പറയുന്നുണ്ട്, 1 പത്രോസ് 3-ാം അധ്യായം. പൗലോസ് പറയുന്നുണ്ട്, എഫേസസ് 5-ന്റെ 22. ബഹുമാനം നീ കൊടുത്താൽ നിനക്ക് കിട്ടും, സ്നേഹം നീ കൊടുത്താൽ നിനക്ക് സ്നേഹം കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്ന വചനഭാഗങ്ങളാണ് ഈ 2 അധ്യായങ്ങളിൽ നമ്മൾ കാണുക. ഈ ബഹുമാനം ആർക്കെല്ലാമാണ് കൊടുക്കേണ്ടത്? ഒന്നാമത്തേത് ദൈവത്തിന്. ദൈവത്തെ നാം ബഹുമാനിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം നാം കൊടുക്കണം. മലാക്കി 1-ന്റെ 6 വായിച്ചാൽ ദൈവം ചോദിക്കുന്നുണ്ട്, എനിക്ക് നൽകേണ്ട ബഹുമാനം എവിടെ? ആ ബഹുമാനം അവർ ദൈവത്തിന് കൊടുക്കാതിരുന്നത് കൊണ്ടല്ലേ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായത്. രണ്ടാമത്തേത് ജീവിത പങ്കാളിയെ ബഹുമാനിക്കണം. അപ്പോൾ കൊടുത്താൽ നിങ്ങൾക്ക് ബഹുമാനം കിട്ടും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഒരുപാട് അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കുന്നൊരു കാര്യം. പ്രഭാഷകൻ 3-ാം അധ്യായം വായിച്ചാൽ, അതുപോലെ 7-ാം അധ്യായം വായിച്ചാൽ അവിടെയെല്ലാം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വളരെ ആവശ്യമായിട്ടുള്ള ഒന്ന് ആണ് സ്വയം ബഹുമാനം. ഞാൻ എന്നെ തന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ നെഗറ്റീവ് പേഴ്സണാലിറ്റി അതുള്ളവർക്ക് സ്വയം ബഹുമാനം ചിലപ്പം ഉണ്ടാകണമെന്നില്ല. എന്നെ എന്തിനു കൊള്ളാം, എനിക്കൊരു കഴിവുമില്ല, അങ്ങനെയുള്ള സംസാര രീതികളും മനോഭാവങ്ങളും. അവസാനമായിട്ട് നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കണം, പക്ഷിമൃഗാദികളെ നമ്മൾ ബഹുമാനിക്കണം, പ്രപഞ്ചത്തെ നമ്മൾ ബഹുമാനിക്കണം. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ ബഹുമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന് നമുക്ക് സഹായമാകുന്ന ഒരു ജീവിതശൈലി ഏറ്റെടുക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് ഈ പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. പേരും പ്രശസ്തിയും അതിയായി മോഹിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്കൊരു തിരിച്ചറിവും മാനസാന്തരവും ഉണ്ടാകാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.